ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ തോരൻ നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബീട്രൂട്ടും സവാളയും ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ 2 ബീട്രൂട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ചെറിയ സവാളയുടെ പകുതിയും ഒരു പച്ചമുളകും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ബീട്രൂട്ട് പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തേങ്ങ ബീട്രൂട്ടുമായി നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് മുഴുവനായും വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീട്രൂട്ടിൽ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.